ഹലോ. നമുക്കേ ഇന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ ഉണക്കിയുള്ള ഒരു അച്ചാറാണ് ഇടുന്നത്. അതാകുമ്പോൾ നമുക്കധികം കേടൊന്നും വരില്ല. കുറച്ചധികം ദിവസത്തേക്ക് ഉണ്ടാകുകയും ചെയ്യും. നല്ല പച്ച മാങ്ങ കിട്ടിയായിരുന്നു. നല്ല അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ മാങ്ങ അരിഞ്ഞ് കല്ലുപ്പ് പുരട്ടി ഉണക്കാൻ വെച്ചായിരുന്നു. നമുക്കൊരു 2 ദിവസം കൊണ്ടാണ് നമുക്ക് ഉണങ്ങി കിട്ടിയത്. കല്ലുപ്പിൽ ഈർപ്പമുള്ളത് കൊണ്ടാണ് മാങ്ങക്ക് അധികം അങ്ങോട്ട് ഉണക്ക് വന്നില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉണക്ക് കിട്ടി. പിന്നെ മാങ്ങ ഉണങ്ങും തോറും എല്ലാവരും വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഉണങ്ങിയ മാങ്ങ എടുത്തിട്ട് വേറെ അച്ചാർ പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉലുവ എടുത്ത് ഉലുവ നല്ലോണം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തായിരുന്നു. വറുത്ത് ഉലുവ പൊടിച്ചതിന് ശേഷം നമ്മൾ കായപ്പൊടി എടുത്ത് അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി അതൊക്കെയാണ് ഉപയോഗിച്ചത്. കായവും വറുത്ത ഉലുവയും അതേപോലെ തന്നെ കായപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇത്രയും സാധനം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ എണ്ണ ചൂടായപ്പോഴേക്കും അതിലേക്ക് കടുക് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പിന്നെ അതേപോലെ തന്നെ കായപ്പൊടിയും കാശ്മീരി മുളക് പൊടി ഇതെല്ലാം നന്നായിട്ടിട്ടങ്ങാട് വഴറ്റിയെടുത്തായിരുന്നു. വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച വെളുത്തുള്ളി കടിക്കണമല്ലോ. ഇത് ആകുമ്പോഴത്തേക്കും വെളുത്തുള്ളി നന്നായി മൂക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. വെളുത്തുള്ളി നമുക്ക് കടിക്കാൻ അച്ചാറിൻ്റെ കൂടെ കടിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പൊടി ഐറ്റവും അതിലേക്ക് ഇട്ട് പിന്നെ ഇത്തിരി കടുക് പരിപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കടുക് പരിപ്പും ഇട്ട് കൊടുത്ത് പോരാത്തതായിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തായിരുന്നു ഈ അച്ചാറിലേക്ക്. എല്ലാം ഒരുപാട് കാശ്മീരി മുളക് ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല. വലിയ എരിവ് അങ്ങോട്ട് കൂടുതലായിട്ട് വരുന്നില്ല. ഒരല്പം മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് കാശ്മീരി മുളക് മുന്നിൽ നിന്ന് ഒരല്പം മുളക് പൊടിയും കൂടെ മീതെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നന്നായി എണ്ണയിൽ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുത്ത് മാങ്ങയും ഇട്ട് അച്ചാർ സെറ്റാക്കി എടുത്ത്. ഉണക്കിയ മാങ്ങയാകുമ്പോഴത്തേക്കും നമുക്കിത് കേടുകൂടാതെ എത്ര നാൾ വേണേലും ഇരുന്നോളും. യാതൊരു കുഴപ്പവുമില്ല. ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയേക്കണത്. ഒത്തിരി എരിവൊന്നുമില്ല. ഒരുപാട് വിനാഗിരിയും നമ്മൾ ഒഴിച്ചിട്ടില്ല. നമുക്ക് വയറിനൊക്കെ പറ്റിയ പാകത്തിനേ ഒഴിക്കണുള്ളൂ. ഉപ്പാണെങ്കിൽ ഓവറായിട്ട് ഉപ്പും ഇടുന്നില്ല. അപ്പം മാങ്ങ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ പിടിച്ച് നിൽക്കുന്ന ഉണങ്ങിയ മാങ്ങ ഇത് കാരണം ഭയങ്കര ടേസ്റ്റായിരിക്കും. ചൂടാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 1 കുപ്പിയോളം മാങ്ങാച്ചാറ് കിട്ടിയായിരുന്നു. ഒരു 2 കിലോ മാങ്ങയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നമുക്ക് ഒരു കിലോനോളം കിട്ടി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ. പിന്നെ കുറേയൊക്കെ കുട്ടികളും വാരി തിന്ന കാരണം മാങ്ങ കുറേ കുറവായിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇത് ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒത്തിരി പേരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരുപാട് വീഡിയോസുകൾ ഇടും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ. താങ്ക് യു.